ഔറംഗസീബ് റഹിമഹുല്ലാഹ്. ഷാജഹാൻ ചക്രവർത്തിയുടെ മകനാണ്. നമ്മളെ താജ്മഹൽ കെട്ടിയ ഷാജഹാന്റെ മകനാണ് ഔറംഗസീബ്. ആ ഔറംഗസീബ് രാജാവ് ഖാജാ തങ്ങളെ സമീപിക്കുമ്പോൾ അതാ സിയാറത്തിന് വരുന്ന വഴിയിൽ റൗളയുടെ ബാക്കിൽ അല്ലെങ്കിൽ മഖ്ബറയുടെ പോകുന്ന വഴിയിൽ ഒരാൾ ഇങ്ങനെ ഇരുന്നിട്ട് കരഞ്ഞു ദ്വാരക്കുന്നുണ്ട്. ഒരാൾ ഇങ്ങനെ ദ്വാരക്കുന്നുണ്ട്. കണ്ണ് കാണാത്ത മനുഷ്യനാണ്. ഔറംഗസീബ് തങ്ങൾ ഇയാളോട് സലാം പറഞ്ഞു. വഅലൈക്കും അസ്സലാം. അയാള് സലാം മടക്കി. എന്നിട്ട് പറയുന്നു, ഞാൻ ഔറംഗസീബ് രാജാവാണ്. രാജാവിനെ കണ്ണണാത്താക്ക് കാണൂലല്ലോ, അതുകൊണ്ട് പറയാണ് ഞാൻ ഔറംഗസീബ് രാജാവാണ്. നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ദ്വാരക്കുന്നത്? അപ്പൊ ഈ കാഴ്ചയില്ലാത്ത ആള് പറയുന്നു, എന്റെ കണ്ണിന്റെ കാഴ്ച പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി. ഞാൻ കുറെ നാളുകളായി ഖാജാ തങ്ങളെ ഹളറത്തിൽ വന്നിട്ട് ഇങ്ങനെ ദ്വാരക്കുന്നു. എനിക്ക് ഇജാബത്ത് കിട്ടുന്നില്ല. എന്റെ കണ്ണിന്റെ കാഴ്ച ശരിയാകുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരുന്നിട്ട് ദ്വാരക്കുന്നത്. ഔറംഗസീബ് ഇയാളോട് പറയാണ്, ഞാൻ ഉള്ളിൽ പോയി സിയാറത്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് നിങ്ങളെ കണ്ണിന് കാഴ്ച കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊന്നുകളയുന്നതാ. തിരിച്ച് ഞാൻ സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്ക് നിങ്ങളെ കണ്ണിന് കാഴ്ച കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ദുനിയാവില് വേണ്ട. നിങ്ങളെ കഴുത്ത് വെട്ടാൻ വേണ്ടി ഞാൻ ഒരാളുടെ ഏർപ്പാടാക്കിയിട്ട് പോവാണ്. ഇതും പറഞ്ഞിട്ട് കുരുടനോട് ഇതും പറഞ്ഞിട്ട് സിയാറത്തിന് പോയി. സുബ്ഹാനല്ലാഹ്. ഈ കണ്ണുകാഴ്ച നഷ്ടപ്പെട്ട മനുഷ്യന്റെ അവസ്ഥ പറയണോ? ഇയാൾ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹ് എന്റെ കണ്ണിന്റെ കാഴ്ച പോയിട്ട് എത്ര നാളുകളായി. ഞാൻ ഈ ഖാജാ തങ്ങളെ ഹളറത്തിൽ കാഴ്ചയില്ലാതെ ഉരുണ്ടു പെരണ്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഈ ദർബാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണ് കാണാതെ കറങ്ങിയിട്ട് നിന്നോട് എത്ര നാളായി അല്ലാഹ് ചോദിക്കുന്നു, നീ ഇജാബത്ത് തരുന്നില്ലല്ലോ. ഇപ്പൊ ഈ രാജാവ് പറയുന്നു, അയാള് തിരിച്ചു വരുമ്പോഴേക്ക് കാഴ്ച കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ കൊന്നുകളയുമെന്നാണ്. അതുകൊണ്ട് അല്ലാഹ് എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഒന്നുകിൽ അയാള് വരുന്നതിന് മുമ്പ് നീ എന്റെ കാഴ്ച റെഡിയാക്കണം, അല്ലെങ്കിൽ അയാള് വരുന്നതിന് മുമ്പ് അയാള് കൊല്ലാൻ ഇടവരാതെ എന്റെ റൂഹ് പിടിക്കണേ അല്ലാഹ്. രാജാവ് പറഞ്ഞാൽ സ്വന്തമായിട്ട് ചെയ്യുമെന്ന് ഉറപ്പന്നല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ ദ്വാരുന്നത്. ഔറംഗസീബ് തങ്ങളും ഇയാൾക്ക് വേണ്ടി ദ്വാരന്നിട്ട് തിരിച്ചു വരുമ്പോ അങ്ങോട്ട് പോകുമ്പം കരഞ്ഞു നിൽക്കുന്ന മനുഷ്യൻ പുഞ്ചിരിച്ച് മുമ്പിൽ നിൽക്കുന്നു. കാഴ്ച റെഡിയായി പോയി. ഔറംഗസീബ് ചോദിക്കുന്ന കാഴ്ച കിട്ടിയോടോ? കിട്ടി. എങ്ങനെ കിട്ടി? വേർന്നപ്പ കിട്ടി. ഔറംഗസീബ് പറയുന്നു, ഞാൻ നിന്നെ കൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ട് നിന്നെ കൊന്നിട്ട് എനിക്കെന്ത് കിട്ടാനാണ്? പക്ഷേ നിന്നെ കൊല്ലൂന്ന് പറഞ്ഞത് നിന്റെ ചോദ്യത്തിന് കടുപ്പം കൂടാനാ. ഇതുവരെ വന്നിട്ട് നീ ഇങ്ങനെ ഈ ദർബാർ നിങ്ങനെ പെരങ്ങി കളിച്ചിട്ട് ദ്വാരുന്നു. പക്ഷെ നിന്റെ ദുആ അല്ലാഹുവിന്റെ ഹളറത്തിൽ അങ്ങ് തട്ടിയില്ല. നിന്നെ കൊല്ലൂന്ന് പറഞ്ഞപ്പോ നിന്റെ ദുആക്ക് കടുപ്പം കൂടി. നിന്റെ കൽബ് പൊട്ടിയ ദുആ വന്നപ്പോ അല്ലാഹുവിന്റെ ദർബാറിൽ ആ ദുആ എത്തി. ഖാജാ തങ്ങൾ അത് സ്വീകരിച്ചു. അല്ലാഹു തആല നിന്റെ കണ്ണിന് കാഴ്ച നൽകി. ഞാൻ പറഞ്ഞു, ദ്വാരക്കുമ്പോ ഉറച്ചിട്ട് ദ്വാരക്കും കിട്ടൂന്നുണ്ട്. ദ്വാരക്കണം നമ്മൾ എന്നിട്ട് ആമീൻ പറയും. അല്ലാഹു തആല നമുക്ക് നന്മ നൽകട്ടെ. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാഹു തആല നമ്മെ സ്വീകരിക്കട്ടെ.